ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതിന്റെ വിധി എന്താണ്? ശക്തമായ ഹറാമാണ്, ഒരിക്കലും പാടില്ലാത്തതാണ്. ഒരാൾ ചെയ്ത ഒരു കാര്യം തന്നെ, ഒരു തെറ്റൊരാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെയും അത് മറ്റൊരാളോട് പറയാൻ നമുക്ക് അനുവാദമില്ല. അത് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടാവില്ല എന്നത് ഉറപ്പല്ലേ. അത് നമുക്ക് പറയാം, അയാളോട് പറയാം, ഒരു തിരുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി നമുക്ക് പറയാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കാൻ പറ്റിയ ഒരാളോട് വേണമെങ്കിൽ പറയാം. അതല്ലാത്ത പുറത്തൊരാളോട് പറയാൻ നമുക്ക് സമ്മതമേ ഇല്ല. ചെയ്യാത്ത കാര്യമാണെങ്കിൽ തീരെ പറയാൻ പാടില്ല. ഗീബത്തും നമീമത്തും മറ്റുള്ളവരെ കുറിച്ച് ഏഷണിയും പരദൂഷണവും പറയുക എന്ന് പറയുന്നത് പുതിയ കാലത്തൊരു പ്രശ്നമല്ലാതായി മാറിയിരിക്കുകയാണ്. അത് നാവുകൊണ്ട് പറയുന്നതിനേക്കാൾ ഏറെ വിരൽ കൊണ്ട് അമർത്തുകയാണ്. സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്ന മെസ്സേജുകളെല്ലാം, കാണുന്ന ഇമേജുകളും വീഡിയോകളും എല്ലാം ഷെയർ ചെയ്യപ്പെടുകയാണ്. അതിനെല്ലാത്തിനും താഴെ പോയി നമ്മൾ കമന്റ് ടൈപ്പ് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മുടെ നാവിനെ കുറിച്ചും നമ്മുടെ കൈകളെ കുറിച്ചും കാലുകളെ കുറിച്ചും എല്ലാം ചോദ്യം ചെയ്യപ്പെടും. ചില ആളുകൾക്ക് ഈ വിഷയത്തിൽ തീരെ ശ്രദ്ധയില്ല. ലാ ബെല്ല വലാ ബ്രേക്ക, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ തോന്നുന്നതെല്ലാം പറയുകയും കിട്ടുന്നതെല്ലാം ഷെയർ ചെയ്യുകയും ഫോർവേഡ് ചെയ്യുകയും ചെയ്യുന്നത് ഒരിക്കലും നല്ല ശീലമല്ല. അത് സാധാരണക്കാരെ കുറിച്ച് തന്നെ ഏതായാലും പറ്റില്ല. അപ്പൊ പിന്നെ ഒരു ആലിമിനെ കുറിച്ചോ ഒരു സയ്യിദിനെ കുറിച്ചൊക്കെ ആണെങ്കിലോ തീരെ പറ്റില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. ശ്രദ്ധിച്ചാൽ നമുക്ക് നന്നാവും. നമ്മുടെ ആഖിറം രക്ഷപ്പെടൽ നമ്മുടെ ആവശ്യമാണെന്ന ബോധമെങ്കിലും നമുക്കുണ്ടാകണം.